ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്ന പേരാണ് ഗാങ്സ്റ്റർ വികാസ്. സോ ഇതൊരു അടിപൊളി ഗെയിമാണ്. ഇത് GTA 5 പോലത്തെ ഗെയിമാണ്. ഇത് ഗെയിം ലോഫ്റ്റിൻ്റെ ഗെയിമാണ്. നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് കളിക്കാം ഗെയിം. ഗൈസ് നമ്മൾ കാറിൽ പോവാണ്. നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ബോണറ്റ് തുറന്നിട്ടാണ് പോണത്. പോലീസ് വരുന്നുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ നല്ല ഇങ്ങനെ ഓടിക്കുകയാണ്. കുറച്ച് പേപ്പറൊക്കെ വർക്കുണ്ട്. ഗെയിം ഓഫ് മോൺട്രിയൽ പ്രസൻസ് ഗാങ്സ്റ്റർ വികാസ്. ഈ ഗെയിം ഞാൻ കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. അതിൽ പണ്ട് ഈ ഗാങ്സ്റ്റർ വികാസ് ഒന്ന് മറിച്ചിട്ടേ ഇതുണ്ടായിരുന്നു. തല കുത്തി വെച്ചിട്ട് നല്ല സ്മൂത്ത് ഉണ്ടല്ലോ. ഇതാണ് ഗെയിം. നല്ല അടിപൊളി ഗെയിമാണ്. നമ്മൾ ബോക്സറാണേ. ഞാനിതൊന്ന് തീർക്കും. ഗൈസ്, നമ്മളെ കളി തുടങ്ങി. കുറച്ച് വയലൻസ് ആണ് ഗൈസ്. എനിക്ക് സ്ട്രൈക്ക് ഇട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഭയങ്കര ഫൈറ്ററാണ്. ഗൈസ്, ഇതായത് നമ്മൾ ഒരു പെണ്ണിനെ കണ്ടു. എന്നിട്ട് അതിൻ്റെ പേര് കേരൻ എന്നാണ്. എന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. നമ്മളെന്തോ മിഷന് ചെയ്യാണ്. സോ ഇതൊരു വലിയ സ്റ്റോറിയാണ്. സോ നമുക്ക് ഈ സ്റ്റോറി വേണമെങ്കിൽ തീർത്തിട്ടൊരു എന്തൊക്കെ ഇറക്കണം. ഒരു സീരീസൊക്കെ പോലെ അങ്ങനെ നോക്കാം. നമ്മളെ എൽക്ലെയിം പോലെ ഉണ്ടാക്കിയ പോലെ. അപ്പോൾ ഒരു ദിവസം തന്നെ ഇടാൻ പറ്റുള്ളൂ. വലിയ സ്റ്റോറിയാണ്. ചിലപ്പോൾ ഞാനാണ് നിങ്ങളെ കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ സെറ്റാക്കാം. നല്ല സ്മൂത്ത് ഉണ്ട്. എയർപോർട്ടൊക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, ഇതിൽ പിന്നെ ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള സംഭവമൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് കളിച്ചപ്പോൾ ഞാനിതിൽ സ്റ്റോറി നല്ല ഫോക്കസ് ചെയ്യണ്ടായിരുന്നു. ഇതിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതൊക്കെ ഓടിക്കാൻ പറ്റും. പ്ലെയിനൊക്കെ ഓടിക്കാൻ നല്ല രസമാണ്. ഞാൻ പ്ലെയിനൊക്കെ ഓടിച്ചിങ്ങനെ നടക്കുന്നു. ഞാൻ സ്റ്റോറി അല്ല ചെയ്യണേ. ഞാനിതിൽ എന്തൊക്കെ ചെയ്യാറുണ്ട്. നല്ല രസമാണ്. ഇത് പിന്നെ നമുക്ക് കൺട്രോളർ ഗെയിം പാഡില്ലേ, അതൊക്കെ വെച്ചിട്ട് കളിക്കാൻ പറ്റും. നല്ല രസമാണ്. ഗെയിം പാഡിലൊക്കെ കളിക്കാൻ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഇതിൽ വണ്ടി ഓടിക്കണം നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഇത് ഇത്ര സ്മൂത്തായിട്ട് കളിക്കണം കേട്ടോ. ഞാനതൊരു ഇങ്ങനെ സ്മൂത്തായിട്ട് കളിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഈ ഫോണിൽ നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പൊട്ടിച്ച് കളഞ്ഞു. ഗൈസ്, ഞാനിത് വേണമെങ്കിൽ കൺട്രോളറിൽ കളിക്കണേ. എൻ്റെ അടുത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ ആ പോയി എടുത്തിട്ട് ആക്കാം. ഈ ഹെലികോപ്റ്റർ പൊട്ടിക്കാൻ നല്ല പണിയാണ്. മറ്റേന്നെ ഉണ്ടായിരുന്നു പൊട്ടിച്ച. ഇതെന്തത്? ഇതുവരെ പൊട്ടിയിട്ടില്ല. ഓക്കെ ഗൈസ്, നീന്താൻ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ വെള്ളത്തിൽ കൊടുക്കുമോ നമുക്കറിയില്ലേ. വെള്ളത്തിൽ കൊടുക്കും ഗൈസ്, ഉറപ്പാണ്. എന്താണ്
എന്താണ് പോലീസാണ് ഇവിടെ അമ്മ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിന് വരാന്നാണ് പക്ഷെ ഞാൻ ഇതിനെ ഏതെങ്കിലും അമ്മ പോലീസ് വന്ന കോപ്പ്. You've been hitting the sauce tonight, ma'am? No, sir, officer. I've been hitting the sauce all day long. Are my eyes fooling me, or am I looking at Vera Montello? Who? Wife of the late Johnny Montello. Before your time. Scum of the earth, this guy. Used to run this town before he got whacked. As much as I'm enjoying സംസാരിക്കുന്നുണ്ട് നമ്മളമ്മായി. ഓക്കെ നമ്മൾ വന്നു. നമ്മൾ കാർ എടുക്കുന്നതിൻ്റെ എസ്പിയാ. എസ്പി എന്താണ് രണ്ട് പൊതു എന്ത് സ്മൂത്താ ഒരു വണ്ടി അടിക്കാനുള്ള സമയത്ത് നമ്മൾ വണ്ടി അടിക്കും. ഇതിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ റിച്ച് വില്ലാസ് എടുക്കും. അപ്പോൾ അതാ ലംബോർഗിനി. ഇതിവിടെ ഇങ്ങനെ ലംബോർഗിനി ഒന്നും എടുക്കൂല. ഇത് ഒരു വെറുതെ ഒന്ന് ഗെയിം കാണിക്കാൻ നടക്കുന്നത്. ഇവിടെ ഒരു ലംബോർഗിനി ഇട്ടാൽ നമ്മൾ റിച്ച് വില്ലാസിലൊക്കെ പോകണം. അത് നല്ല സ്ഥലമാണ്. ഇതിൽ പിന്നെ നമുക്ക് കാറൊക്കെ എടുത്ത് വിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റിച്ച് വില്ലാസിൽ പോവാം. അതൊരു സ്ഥലമാണ്. കുറേ വിഐപികളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. നമ്മൾ ആ സ്ഥലം പോയിട്ട് ഏതെങ്കിലും ബൊഗാട്ടി എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അത് ചെന്നുകൊണ്ട് വിൽക്കുക. അത്രേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഗെയിം വിൽക്കാൻ പറ്റും. ഗെയിമല്ല, സോറി, കാർ വിൽക്കാൻ പറ്റും. ആ കാറ് പോയാണ്ട് വിൽക്കണമെങ്കിൽ പണിയില്ല. എൻ്റെ മോനെ ഈ 100 കിലോൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെ ചാടുന്നത് അറിയാക്കാൻ പറ്റും. ഇത് നമുക്ക് വേഗം ഇവിടെ പറപ്പിച്ചിടാം ഗൈസ്. കാരണം തീരെ സ്പീഡ് ചെയ്യാത്തൊരു വണ്ടി. എന്താണ് ഇയാളൊക്കെ എന്താ ബാക്കിലേക്ക് വരുന്നത്? ഇതൊക്കെ ഞാൻ പണ്ടേ ഭയങ്കര ഈസിയാണ്. എന്ത് ടഫായിരുന്നു. ഇതിൽ പിന്നെ വണ്ടി ഓരോ സ്ഥലത്ത് പോയി ഇടിക്കുമ്പോൾ സാറ്റിസ്ഫൈങ് ആയിട്ടൊരു മഴ വീണ പോലത്തെ സൗണ്ടാണ്. നിങ്ങൾ കളിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്. അടിപൊളിയാണ്. നമ്മളൊരു സ്ഥലത്ത് ഒരു കട്ട്സീനുണ്ട്. അതിൽ നമ്മൾ എന്താണ് പറയുക, കുറേ വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും പോലീസിൻ്റെ. അപ്പോൾ നമ്മൾ കുറേ വണ്ടിയൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ സ്പീഡിൽ പോയിട്ട് ഒക്കെ ഇടിച്ചുകൊണ്ട് കിട്ടും. പിന്നെ ഒരു സംഭവമുണ്ട് ഇതിൽ. ഈ ആക്സിലേറ്ററിൻ്റെ ബട്ടൻ്റെ അടിയിലല്ല, അടിയിൽ കുറച്ച് സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് നേരെ അടിയിലാക്കുകയാണെങ്കിൽ കുറച്ച് ഇതൊക്കെ. പക്ഷെ ഇത് സൈഡിലായിട്ട് നല്ലുമ്പോൾ ബ്രേക്ക് കൊടുക്കാൻ. ഇതാണ് ആ സീന്. എൻ്റെ കൊണ്ടുള്ള പറപ്പിച്ച് തരുന്നു. എന്നിട്ട് ആ അടിച്ചുകൊണ്ട് കൂട്ടിക്കോ. പിന്നാണ് പോയി. സെറ്റായി. നമ്മൾ അങ്ങനെ പറഞ്ഞാലും ഓക്കെ. നമുക്ക് കുറേ SP അതാണ് SP എന്ന് തോന്നുന്നു. എൻ്റെ മുകളിൽ എന്ത് സ്മൂത്ത് ഗൈസ്. ഇതിന് നമുക്ക് വെറുതെ ഇങ്ങനെ ചാടി കളിക്കാനൊന്നും പറ്റില്ല ഗൈസ്. ആവശ്യമുള്ളടത്ത് മാത്രമേ ചാടാൻ പറ്റുള്ളൂ. ബ്രോ വണ്ടി ഇട്ട് ടൈമുണ്ടാ നമുക്ക് ഫ്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഗൈസ്. ഇത് പിന്നെ അടിപൊളി കാറൊക്കെ ഉണ്ട് ഗൈസ്. ലംബോർഗിനി, ബുഗാട്ടി അങ്ങനത്തെ കാറൊക്കെ ഉണ്ട്. അടിപൊളിയാണ് ഗൈസ്. ഓടണമെങ്കിൽ മറത്തണം. ബ്രോ ഭ്രാന്താണ് മിസ്റ്റർ. നമ്മൾ ബോക്സറാണ്. ഒന്ന് റെസ്പെക്ട് ചെയ്തുകൂടെ? ഇതെന്താ അത് തൊഴിയേ? അവനെന്താ കാട്ടുന്നത്? അവിടെ ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. ഉള്ള വണ്ടിയിലും കൂട്ടിലൊന്നും പോയി കിടക്കില്ലേ അവിടെ എന്താ ഇങ്ങനെ? ഒന്ന് നിൽക്ക് ബ്രോ. നാളെന്നാണ് ഒരു അടി അടിച്ചതാണ്. അപ്പം തന്നെ കിടന്ന് തൊഴിയ 10 വട്ടം മതി. അവിടെ നിൽക്ക് അപ്പോൾ ഒരെണ്ണം കൂടി പോവുകയാണെങ്കിലോ വേസ്റ്റ് പിന്നെ തൊഴാമോ? ഗൈസ് ആൾക്കാരൊക്കെ എങ്ങനെ കഴിഞ്ഞാൽ എൻ്റെ മോനതാരപ്പത് നല്ല ഇങ്ങനെ ചെങ്ങനെ നടക്കുന്നു. മതിലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നു. എന്തപ്പത്? പക്ഷെ ഇതിലൊരു സംഭവം ഉണ്ട് ഗൈസ്. ഈ ഗെയിമിലേക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം.
ഈ ഗെയിമിൽ ഇങ്ങനെ ഓരോ ടൈമൊക്കെ മാറില്ലേ. ഇപ്പം ഇത്രയും നേരം ഈവനിങ് അല്ലായിരുന്നു, അത് പെട്ടെന്നാണ്ട് രാവിലെ ആയി. ഞാൻ ആ സ്വിച്ച് ഇട്ട പോലാണ് മാറും ഗൈസ്, അതാണ് പ്രശ്നം. സ്വിച്ച് ഇട്ട് പോയാൽ മതി. എൻ്റെ മുന്നേ ഒരു ഗാങ്സ്റ്റർ, നമുക്ക് ഗാങ്സ്റ്ററിനെ പോയി ചൊറിയാം. എന്താണ് മോനെ? അതാ അവനും പോയി തൊഴിയണം. അപ്പം എല്ലാവരും പോയി തൊഴിയോ? ആരും നമ്മളെ കൂടെ ഫൈറ്റ് ചെയ്യാനൊന്നും വരില്ല. എന്തത്? അതാ അവിടെ വീണ്ടും തൊഴിയുന്നു. എനിക്കൊന്നും നല്ലപോലെ നടന്നൂടി. എന്ത്? അതാ ഇവനും തൊഴിഞ്ഞു. ഈ കൊണ്ടൊക്കെ തൊഴിലുണ്ടാവോ? ആ എല്ലാവരും തൊഴലാണല്ലോ. നേരെ ഇതോ അങ്ങനത്തൊക്കെ അടിപൊളി. ഞാനേതായാലും വണ്ടി എടുത്തില്ലേ നൈസായിട്ട് നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് ഞാൻ എന്നും ചെയ്യുന്ന പരിപാടി കാണിച്ചതാണ്. ഈ വണ്ടിക്ക് നല്ല പൈസ ഉണ്ട്. ഒന്നും പാടിയ കാരണം നമുക്ക് ഈ വണ്ടി വാങ്ങാൻ എത്ര പൈസ എന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട്. അതിൽ നമുക്ക് റേഡിയോ കൊണ്ടുപോയി അത് എപ്പോഴും ക്ലാസിക് വെച്ചിലും കളിക്കുന്നുണ്ട്. അതൊക്കെ പൈസ എന്തത്? പക്ഷേ എനിക്ക് ഇതിൻ്റെ മാപ്പ് കുറേ അറിയാം. നമ്മളവിടെ നിൽക്കണമെന്ന് അറിയാം. നോർത്ത് ഞാൻ മറന്നു നോർത്തവിടെ നോർത്തത് വണ്ടി നോർത്തിലാണത്. അപ്പോൾ ഞാൻ റിവേഴ്സ് എടുക്കാം. നമുക്കൊരു ലൊക്കേഷൻ ഉണ്ട്, അതിലുണ്ട്. പിന്നെ നമുക്ക് ലൊക്കേഷൻ വന്നിട്ട് നമുക്കൊരു ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് വേഗം വോയിസ് ഫുൾ സ്പീഡ് എടുക്കാം. ഇതെന്തൊക്കെ? അയ്യോ, മറ്റേ ചങ്ങനെ മേലക്കൂടെ കയറ്റിപ്പോയി. ആ വാനിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര പോലീസ്കാരൻ. ആ വാനിൻ്റെ ഉള്ളിൽ ഭയങ്കര ബ്ലറ്. അതാ ലംബോർഗിനി. അപ്പോൾ ഇവിടെയാണ് റിച്ച് വില്ലാസ് ഉള്ളത്. ഞാൻ റിച്ച് വില്ലാസിൽ പോകും. എന്നിട്ട് അവിടുന്ന് ഞാൻ സ്ട്രൈറ്റ് എയറോപ്ലെയിനോട് പറത്തി അല്ല, ഞാൻ ഇവിടെ നേരെ എയർപോർട്ടിൽ പോകും. എന്നിട്ട് അവിടുന്ന് ഒരു ജെറ്റ് എടുക്കും. എന്നിട്ട് ആ ജെറ്റ് ഞാൻ നേരെ റിച്ച് വില്ലാസിലേക്ക് ഞാൻ പറത്തും. പിന്നെ നിങ്ങൾ കണ്ടിട്ട് എൻ്റെ ടേക്ക് ഓഫിങ് സ്കിൽസ് അതാക്കണം. നമ്മളെ വണ്ടി അതാണ് നമ്മൾ പോകേണ്ടത്. എന്ത് സ്മൂത്താണ് ഗൈസ്, ഒരു ഗെയിം ഇങ്ങനെ സ്മൂത്താകാൻ പാടില്ല ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഫോണിൽ ഇത് ആദ്യം കളിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിൽക്കാടെ പ്ലെയിൻ അടിച്ച് പരത്തല്ലേ. $250 മില്യൺ എൻ്റെ മോനെ പൊളി സാധനം. അങ്ങനെ ഗെയിമൊക്കെ കളിച്ചിട്ടൊക്കെ നമ്മളൊരു നല്ല സ്ഥലത്ത് ആദ്യം വന്നിക്കണം. പിന്നെ നമ്മൾ അതുകൊണ്ട് പറത്തരുത്. ഈ ഗെയിമിന് കുറേ അപ്ഡേറ്റ് ഒക്കെ വന്നിക്കണം. ഇതിലൊരു വരയൊക്കെ ഉണ്ടാവും. ആ വരപ്പം വെറുതെ കുറച്ച് സ്പീഡിൽ വിടാം. നമ്മൾ നേരെ ടേക്ക് ഓഫ് ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ ടേക്ക് ഓഫിന് പോവാണ്. എല്ലാവരും പിടിച്ചിടുന്നു. കിട്ടി. സ്പീഡാക്കി കാണാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ഇറച്ചില്ലാത്തൂടെ. എൻ്റെ മോനെ ഇതല്ലല്ലോ ഇവിടെ ഉണ്ടാവുക. ലാസ്റ്റ് വേക്കസിന് കിട്ടുമ്പോൾ ഒരു ബോളല്ലേ ഉണ്ടാവും. നമുക്ക് ആ ബോളിന് കുറേ ഡിസ്പ്ലേ ഉണ്ടാവും. അതൊന്നുമില്ല. ഇതൊരു ഈഫിൾ ടവറാണ് ഇവിടെ. ശരിക്കും ഗെയിമുണ്ട് ഇവിടെ. കാണിച്ചുതരാം. നമ്മൾ നേരെ ഇറച്ചില്ലാത്തി കൊണ്ടുപോയി കയറ്റാൻ പോവുകയാണ്. നമ്മളെ പ്ലാന് നമ്മളിപ്പോൾ തന്നെ ഇറക്കണ്ട. പ്ലാൻ നമ്മൾ ആ ഫോർട്ടിൽ കൊണ്ടുപോയി നമ്മൾ ലാൻഡ് ചെയ്യിക്കും. അതാണ് നമ്മുടെ ടേക്ക് ഓഫ് സ്കിൽസ് മാത്രമല്ല കണ്ടപ്പോൾ ലാൻഡിങ് സ്കിൽസ് ഉണ്ട്.
നിൽക്കാവിടെ എന്തത് ആവശ്യമാക്കല്ലേ. എന്തിപ്പോൾ അത് ഞാനൊന്ന് ഇറക്കിയതായിരുന്നു. അതോ ഇതാണെങ്കിൽ ഭയങ്കര ഞാൻ റിച്ച് വില്ലാസിൽ ഞാൻ ഇറക്കിയിട്ട് പോകുന്നത് വാശിയുണ്ട്. നമുക്ക് വേഗം അത് പറ്റൂല വയസ്സ്. അവിടെ ആണെങ്കിൽ ഫുൾ ടൈം മനുഷ്യന്മാരുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇറക്കാം. ഓ ഗൈസ് നമുക്ക് ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. പക്ഷെ നമ്മൾ ലാൻഡ് കാണാൻ പാടില്ല. ഇവിടെ ടണലൊക്കെ ഉണ്ട്. അടിപൊളി വേണം. പിന്നെ ഗെയിമിലൊരു സംഭവമുണ്ട്. നമ്മൾ ഇതിൽ തോക്കുകയാണെങ്കിൽ നമ്മളിതിൽ പൈസ കൊടുക്കണം. ഹോസ്പിറ്റൽ ബില്ല്. അടിപൊളി. പിന്നെ കേസ് ഒരു സംഭവമുണ്ട്. ഇതിലിങ്ങനെ ഇപ്പോൾ എൻ്റെ മാപ്പിൽ കണ്ട ഒരു കാർ, ഒരു ഗോൾഡൻ കാറ് ഞാൻ കാണിച്ചത്. എൻ്റെ മിനി മാപ്പിലുണ്ടാവും ഒരു ഗോൾഡൻ കാറ്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് വൈഫൈൻ്റെ ചിഹ്നം പോലത്തെ സാധനം. അതാണ് VIP കാറ്. ഈ VIP കാറ് ലംബോർഗിനി അങ്ങനെ അടിപൊളി കാറൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ബൈക്കൊക്കെ ഉണ്ടാവും. എൻ്റെ മോനെ ഇത് അടിപൊളി കാറാണ്. ഇത് ഫ്രീ ഫയറിൽ ഇവോ ഗണ്ണില്ല അതുപോലത്തെ ഒരു ഗണ്ണാണ്. ഇവോ ഗണ്ണല്ല, ഇവോ കാറല്ല, ഇവോ ഗണ്ണല്ല. എൻ്റെ ഏറ്റവും നല്ല അടിപൊളി ഗണ്ണിൻ്റെ സ്കിന്ന്. അതുപോലത്തെ അടിപൊളി കാറുകൾ. ഇത് അടിപൊളിയാണ് ഗൈസ്. നല്ല സ്പീഡൊക്കെ ഉള്ള കാറാണ്. പിന്നെ ഇതിലൊരു AI ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇത് ബോണറ്റുമ്പോൾ ഇരിക്കും. ഇത് സൈഡിൽ മാത്രമല്ല. പിന്നെ ഒരു സംഭവമാണ്. ഈ കാറൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 സ്റ്റാർ വാണ്ടർ ലെവലാണ്. ഇതെന്തിനാണ് നമുക്ക് ആവശ്യം വരികയെന്നറിയോ? ഇത് നമുക്ക് ആ കാറ് വിൽക്കാൻ സ്ഥലമില്ല. അവിടെ പോയി നമുക്ക് വിൽക്കാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിക്കണം. അല്ലെങ്കിൽ നമ്മളെ മൂട് കീറും. അതാണ് സംഭവം. നമുക്ക് വേഗം പോയിട്ടേ ഒളിച്ചിക്കണം. അത് നല്ല അടിപൊളി കാറാണ്. പറന്നല്ലോ എൻ്റെ കാറിൻ്റെ. പിന്നെ ഈ ഗെയിമിലൊരു സംഭവമുണ്ട്. നമ്മൾ ഇവിടെ ഈ കാറിട്ടിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും പണിക്ക് വിചാരിച്ചോ. എന്തത് വേറെ ഏതെങ്കിലും പണിക്ക് വിചാരിച്ചോ. അപ്പോൾ തന്നെ ഈ കാർ അവിടെ നിന്ന് ഇൻവിസിബിളാവും. അതാ സ്വിച്ച് ഇട്ടാൽ ഉച്ചയായി. എൻ്റെ ഫിക്സ് ചെയ്യുന്ന സാധനമില്ല. നല്ല രസമാണ്. ഡീറ്റാവും 50 പൈസ ചെയ്യും. നമുക്ക് വേറെ എസ്കേപ്പ് ആവാം. പോലീസുകാരൊക്കെ വരുന്നതിന് മുന്നാണ് നമുക്ക് ഒഴിച്ചിരിക്കണം. നമുക്ക് ഓരോ എടുത്ത് ഹോസ്പിറ്റലിന് ബില്ല് കൊടുക്കാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ബില്ല് പൈസ ഇല്ല ഗൈസ്. $0. അടിപൊളി. നമ്മൾ ബ്രോക്കാണ്. എൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം ഒരു കൊണ്ട്. അടിപൊളി. നമുക്ക് നൈസായിട്ട് ഏതെങ്കിലും ഒരു കാർ എടുക്കാം. എന്നിട്ട് നമുക്ക് റിച്ച് വില്ലാസിലേക്ക് പോവാം. ബൈക്ക് എടുക്കാം ഗൈസ്. ബൈക്കല്ല ബുള്ളറ്റ് നല്ല സ്പീഡാണ് ഗൈസ്. ഇവൻ്റെ ഒരു ഓവർ ആക്ടിങ് ഉണ്ട്. ഒരു 2 കിലോമീറ്ററിൽ പോണ വണ്ടി ഉണ്ടല്ലോ. ഒരു 2 കിലോമീറ്ററിൽ പോകുമെന്ന് വിചാരിച്ചോ. എന്നാലും നമുക്ക് ചാടി ഇറങ്ങുമ്പോൾ ഉണ്ടാവും ഒരു ഇത്. എന്താണ് വണ്ടി കാണുമ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ടിൽ കിട്ടി ചാടുക. എന്താ ഇതിനൊക്കെ. പിന്നെ നമ്മൾ റൈഡറാണ്. ഇതിലുണ്ട് സംഭവം ഗൈസ്. ഇതിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചാടും. പക്ഷെ ഭയങ്കര ചാട്ടുള്ള വണ്ടിയാണ്. ദിവസം നമുക്ക് എന്തായാലും അടിപൊളി. എന്തൊക്കെയാണ് കേട്ടാണ്. ഒന്ന് റിവേഴ്സ് എടുത്താൽ ലൊക്കേഷൻ കാണിക്കണോടത്തേക്കൊന്ന് പോവുക. ഇതെന്തോ ദേ ആർ കമ്മിങ് ഗൈസ്. അതൊരു സിനിമേൻ്റെ ഇതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഞാനത് കളിക്കുമ്പോഴേ ഞാൻ കാണാറുള്ളൂ. ഈ ഗെയിം ഞാൻ ഒരു വീഡിയോ എടുത്ത് ഇടാനൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നോ കയറ്റി വെച്ച ഗെയിമാണ്. അതാ ലംബോർഗിനിയൊക്കെ കുറെ പോകുന്നുണ്ട്. ആരത് ഗാങ്സ്റ്ററാ? ആഹാ മോനെ എന്താ പരിപാടി?
അള്ളാനാണ് എന്താ നമ്മൾ ചെക്കന്മാരടിക്കാണ്. ഉള്ളൂ ഏത് അടുത്ത ചങ്ങായി ഇതെന്തത് വലിയ സാധനമല്ലോ. നമുക്കതല്ല വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആകാം. നമ്മൾ ഒരു ഫ്ലൈറ്റ് എടുത്താൽ മതി. നമുക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ വേഗം നമുക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളാണ് ആര് പൈലറ്റ്. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്ലൈറ്റ് പുഴ കൊണ്ടുപോയി താത്താം. പക്ഷെ നമ്മൾ താത്തൂല. നമുക്കിനി വേഗം കൊണ്ടിട്ട് നമ്മൾ മെല്ലെ ടേക്ക് ഓഫ് ഒന്നുമില്ല. നമ്മൾ ഫുള്ള് സ്കിഡാണ്. ഇവനാണെങ്കിൽ എയറോപ്ലെയിൻ എടുത്ത് എങ്ങോട്ടാണോ പോകണത്. അമ്മച്ചി ഇങ്ങനെ ഇട്ടാലെന്താ ഒന്ന് പറഞ്ഞാൽ പോരെ. നമുക്കൊരു ഓട്ടുമ്പോൾ കൂടെ എടുത്താലോ, അതൊരു നല്ലത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊന്നും പോകാൻ പാടില്ല റിയൽ ലൈഫിൽ. നമുക്കൊരു സ്ട്രെയിറ്റ് ഇങ്ങനെ പോവാം, അത്രേ ഉള്ളൂ. രസമുണ്ട്. നമ്മൾ റോക്കറ്റിൻ്റെ പോലെ സ്ട്രൈറ്റ് മേലേക്ക് വിടുകയാണ്. എന്താ ഉണ്ടാവുകയെന്ന് ആർക്കും അറിയില്ല. നമ്മളിങ്ങനെ പോവാണ് ഗൈസ്. നല്ല വൈബുണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. ഇത് പിന്നെ ഒരു സംഭവമുണ്ട്. ഈ ടയർ എന്താണോ ആ ടയറിന് നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാത്ത. നമ്മളേതോ കാട്ടിൽ കൊണ്ടുപോയിക്കുകയാണ്. ഈ സ്ഥലം തീരെ ഇഷ്ടമല്ല. ഞാനൊരു പ്ലെയിനാണ്. എന്തൊരു പ്ലെയിനാണത്, ഒന്ന് റെസ്പെക്ട് ചെയ്ത്. എന്തിപ്പോൾ ഇത് ഗൈസ്, ആൾക്കാരൊന്നും തീരെ ശരിയല്ല. ആൾക്കാരൊക്കെ എന്തിപ്പോൾ ഇങ്ങനെ ആയാൽ പറ്റൂലല്ലോ. നമ്മൾ പോകുന്ന ഒരു സ്ഥലം ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് റിച്ചില്ലാസ് വെച്ചാൽ നമ്മൾ ഇതുവരെ ശരിയാ ഗേൾസ് നേരെ റിച്ചില്ലാസ് വെച്ച് പത്രമുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുളത്തിൽ പോയി മുക്കാമോ. കുളം നല്ല വലിയ സാധനമാണ്. ഇങ്ങനെയാണ് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കും പറഞ്ഞത്. എല്ലാവരും വിചാരിക്കും നമ്മളാക്കിയിട്ട് ഓക്കെ ഗൈസ്. നമുക്ക് ലാൻഡ് ചെയ്ത സമയമായി. മറക്കി നമ്മൾ ഇറക്കി. നമ്മൾ ഇറക്കി. അയ്യോ നിക്ക്, ഞാൻ വേഗം ഇറങ്ങി കഴിച്ചല്ലേ. ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കേണ്ടി വരും. കുട്ടികളുടെ ടൈമിൻ്റെ സാധനമാണ്.
നമുക്ക് ഹെൽത്തില്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ കിടന്ന് ആവേശമാക്കും. ഞാനൊന്നും കൊടുന്നിട്ടല്ലത്, ആരാണാ പോയി പണി ചെയ്തത്. പണി പറ്റൂലല്ലോ. നമ്മൾ ലംബോർഗിനി, പിന്നെ ഈ ലംബോർഗിനിക്ക് നല്ല സ്പീഡാണ് ഗൈസ്. അറിയാത്തോണ്ട് പറയല്ല, ശരിക്കും നല്ല സ്പീഡാണ്. ആ മറ്റേ സ്വാട്ടിൻ്റെ വണ്ടി പോലെ ഒന്നല്ല ഇത്. ഇതിപ്പോൾ പിന്നെ നമ്മളിത് എവിടെയും പോയി ഒന്ന് ഇടിക്കാൻ പാടില്ല. ഇടിക്കുകയാണെങ്കിൽ അപ്പം പൊട്ടും, അത്ര സ്പീഡിലത് പോവാ ഗൈസ്. എൻ്റെ മനെ നല്ല പരന്നിട്ടുള്ള വണ്ടി വേണ്ടേ? അല്ല ഇത് നമ്മൾ ഇവിടെയാണ് നമ്മൾ വണ്ടി വെക്കുക. കുറേ ഇതുപോലത്തെ ബിൽഡിംഗ് ഉണ്ട്, അത് നമ്മൾ മാറിപ്പോകും. പക്ഷെ നമ്മൾ കുറേ നേരം ഇങ്ങനെ സെറ്റാക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മളിവിടെ ചെന്ന് എസ്കേപ്പ് ദ പോലീസ്. കാരണം നമുക്ക് ഇതെന്തിനാണ് എസ്കേപ്പ് ദ പോലീസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ മറ്റേ വണ്ടികളില്ലേ, ആ വണ്ടിയൊക്കെ വിൽക്കണമെങ്കിൽ നമ്മൾ പോലീസിനായിട്ട് വന്നുകൊണ്ട് വിൽക്കണമെന്നൊന്നും പാടില്ല. അതിൻ്റെ ഓരോരോ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പാലിച്ചാൽ നമുക്ക് കിട്ടുള്ളൂ. ആക്കും മിസ്റ്റർ ഓക്കെ. പോയി കാറുണ്ട് കൊടുക്കാം. ലൈറ്റൊന്നും പോയി. 1,00,000 രൂപയാണ്, 1,00,000 രൂപ കിട്ടും. ഓക്കെ. പിന്നെ എന്താണ് പറയുക, നമുക്ക് ഈ ഹോസ്പിറ്റൽ ബില്ല് ഉണ്ടാവില്ലേ, അത് മാക്സിമം അവർക്ക് 1,00,000 മാത്രം ചോദിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ അവർക്ക് ചോദിക്കാൻ പറ്റൂല. ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വേണ്ടേ കൊണ്ടേ കൂടി. 1,25,000 രൂപ. നമുക്ക് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 1,25,000 രൂപ. അത് 65 ഡയമണ്ടിന്. ഹാക്കിങ് നമ്മൾ ഹാക്കറാണ്, നമുക്ക് വേണമെങ്കിൽ ഹാക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് ഓരോ 2 മണിക്കൂറിലാണ് മാത്രം. സോ അങ്ങനെയുണ്ട്. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പരസ്യം കണ്ടിട്ട് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ സെറ്റാക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം 25,000 കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറേ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൽ വലിയ റിച്ചൊക്കെ ആവും. എവിടത്തിലുള്ള അടുത്തിട്ട് കാരണം വെച്ചാൽ